ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നോട്ടാക്കി വെച്ചിട്ടുണ്ട്, വൃത്തിയായി പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഹെഡിങ് എഴുതുക. റേറ്റ് ലോ എക്സ്പ്രഷൻ. എല്ലാവരും ഐശ്വര്യമായിട്ടൊന്ന് ഹെഡിങ് എഴുതിക്കേടാ. റേറ്റ് ലോ എക്സ്പ്രഷൻ എന്നാണ് ഹെഡിങ്. റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന ഹെഡിങ് എഴുതിയിട്ട് പേന അവിടെ വെച്ച് ഹൃദയം പൂർണ്ണമായി എന്നിൽ സമർപ്പിക്കുക. കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഇനി ആരും നോട്ട് എഴുതണ്ട. നോട്ട് എഴുതാനുള്ള സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. എന്താണ് എഴുതേണ്ടത് കൃത്യമായി പറഞ്ഞു തരും. ശ്രദ്ധിക്കുക, കൃത്യമായി ശ്രദ്ധിക്കുക. റേറ്റ് ലോ എക്സ്പ്രഷൻ എന്താണ് എന്ന് മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. കേൾക്കണേ മോനെ. ഞാൻ അതിനു വേണ്ടി ഒരു കെമിക്കൽ റിയാക്ഷൻ ഞാനിവിടെ എഴുതുന്നുണ്ട്. A times A പ്ലസ് B ടൈംസ് B ഗീവ്സ് പ്രൊഡക്ട്സ്. ഇതാണ് റിയാക്ഷൻ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. A ടൈംസ് A പ്ലസ് B ടൈംസ് B ഗീവ്സ് പ്രൊഡക്ട്സ്. അപ്പോൾ ഇയാളെക്കുറിച്ചാണ് ഞാനിനി റേറ്റ് ലോ എക്സ്പ്രഷൻ പറയാൻ പോകുന്നത്. എടാ മോനെ, എന്നോട് പറ, ഇതിൽ ആരാണ് റിയാക്റ്റൻറ്റ്? ക്യാപിറ്റൽ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ ബിയുമാണ് റിയാക്റ്റൻറ്റ്, ശരിയല്ലേടാ? ആരാണ് പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് ആരാണ് എന്നിവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് സിയോ ഡിയോ ഇയോ എഫോ ആരെങ്കിലും ആവട്ടെ. അപ്പം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാൻ പ്രൊഡക്റ്റ് ആരാണെന്ന് അറിയേണ്ടതില്ല. ഹലോ, റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാൻ ആരെ മാത്രം കിട്ടിയാൽ മതി? റിയാക്റ്റൻറ്റുകളെ മാത്രം കിട്ടിയാൽ മതി. പ്രൊഡക്റ്റ് ആരാണെന്ന് അറിയൽ നിർബന്ധമില്ല. അപ്പോൾ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം റിയാക്റ്റൻ്റ് ആരാണ് എന്നതാണ്. എന്നിട്ട് ഞാനൊരു കാര്യം പറയാണ് മോനെ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഞാൻ എന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഇവിടെ റിയാക്റ്റൻ്റ് ആരാ? ക്യാപിറ്റൽ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ ബിയും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ കോൺസെൻട്രേഷൻ അളവ് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഞാനിങ്ങനെ എഴുതി, റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ. തീർന്നിട്ടില്ല, ശ്രദ്ധിക്കണേ. നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും. ഇവിടെയുള്ള എ എന്നത് ഇവിടുത്തെ പവറായിട്ട് എഴുതാനും സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റായി കൊടുത്ത ബി എന്നത് ഇതിൻ്റെ പവറായിട്ട് എഴുതാനും നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും. അത് പക്ഷേ പൂർണ്ണമായും ശരിയല്ല. അതിനൊരു പവർ ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ആ പവർ ഇവിടെയുള്ള എയും ബിയും തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ആവാം, ആവാതിരിക്കാം. അപ്പോൾ ഞാൻ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ കൊടുക്കണമെന്ന് അറിയോ? ഇവിടെ എക്സ് എന്ന് കൊടുക്കുന്നു, ഇവിടെ വൈ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എടുത്തു പറയുന്നു, ഇവിടെയുള്ള എക്സ് എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ആർക്ക്? ഇവിടെ റിയാക്ഷനിൽ തന്നിട്ടുള്ള എ എന്ന് പറയുന്ന സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റിന് ഈക്വൽ ആവാം, ആവാതിരിക്കാം. എന്ന പോലെ ബിയുടെ പവറായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ള വൈ എന്നത് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ബിയുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ ബി. ബിക്ക് ഈക്വൽ ആവാം, ആവാതിരിക്കാം. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ. ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് തരും. മോനെ ഇങ്ങോട്ട് നോക്കടാ. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ വെച്ച് ഉറപ്പിക്കാറില്ലല്ലോ നമ്മൾ എപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ കണ്ടാലും നമുക്കൊരു ശ്വാസം മുട്ടാ. നമ്മൾ അതിനെ നേരെ ഈക്വൽ ടു ആക്കിയിട്ട് മാറ്റും. ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ ഈക്വൽ ടു ആക്കി മാറ്റുമ്പോൾ നാട്ടു നടപ്പ് പ്രകാരം നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണ്ടേ? അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്ന് ഞാൻ ഫൈനലി ഇതിനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ. അപ്പോൾ എന്താ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് ഞാൻ എഴുതി തരും. അതിന് മുമ്പ് കുറച്ച് ചെറിയ അറിവുകൾ കൂടി എനിക്ക് നിങ്ങളോട് സമ്മാനിക്കാനുണ്ട്. പൊന്നുമോനെ, ഹൃദയം തരണേ. ഇവിടെ ഞാൻ ഉപയോഗിച്ച ഈ കോൺസ്റ്റൻ്റ് ഇല്ലേടാ, ആ കോൺസ്റ്റൻറ്റിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന പേര് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നാണ്. സിമ്പിൾ നെയിം എന്താടാ? റേറ്റ് കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പെസിഫിക് റേറ്റ്. ഒന്ന് ഉറക്കെ വായിച്ചേ. സ്പെസിഫിക് റേറ്റ്. മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. റേറ്റ് കോൺസ്റ്റൻറ്റ്, അതുപോലെ സ്പെസിഫിക് റേറ്റ്. ഇനി ഒരു കാര്യം കൂടി അഡീഷണലി പഠിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരാം. ആ കാര്യം ഇതാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, സ്കൂളിലൊക്കെ ഒരുപാട് കേട്ടതാണ്. വാട്ട് ഈസ് ഓർഡർ ആൻഡ് വാട്ട് ഈസ് മോളിക്യുലാരിറ്റി? എടാ മോനെ, രണ്ടും ഞാനിപ്പോൾ പറഞ്ഞുതരും. എടാ, എത്രയാണ് ഓർഡർ, എത്രയാണ് മോളിക്യുലാരിറ്റി എന്നാണ് ഞാനിപ്പോൾ പറയുക. എന്താണ് ഓർഡർ, എന്താണ് മോളിക്യുലാരിറ്റി എന്നതിൻ്റെ ഡെഫിനിഷൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞുതരും. ഇപ്പോൾ എത്രയാണ് ഓർഡർ, എത്രയാണ് മോളിക്യുലാരിറ്റി എന്ന് കാണാനുള്ള ഐഡിയയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്. നിന്നോടൊരാൾ വന്നിട്ട് ഓർഡർ ചോദിച്ചാൽ നീ റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് നോക്കണം. ഇതാണല്ലോ ഇപ്പോൾ റേറ്റ് ലോ എക്സ്പ്രഷൻ.
അല്ലാതെ കെമിക്കൽ റിയാക്ഷനിലേക്ക് നോക്കരുത്. കെമിക്കൽ റിയാക്ഷനെ വിട്ടേക്കുക. ഓർഡർ ആണോ ചോദ്യം, കെമിക്കൽ റിയാക്ഷനിലേക്ക് നോട്ടമില്ല. എങ്ങോട്ടാണ് നോക്കണ്ടേ പറ? റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് നോക്കുക. അപ്പോൾ റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കടാ ഉണ്ണി. റേറ്റ് ലോ എക്സ്പ്രഷൻ, റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്നല്ലേ? അതിൽ ആ പവറുകളില്ലേടാ, ആരൊക്കെയാ? എക്സും വൈയും. ആ എക്സും വൈയും തമ്മിൽ അങ്ങോട്ട് ആഡ് ചെയ്താൽ നിനക്ക് കിട്ടുന്നതാണ് ഓർഡർ. എക്സും വൈയും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഓർഡർ. അപ്പോൾ എന്താണ് ഓർഡർ എന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരും. ഇപ്പോൾ എത്രയാണ് ഓർഡർ എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. എത്രയാണ് ഓർഡർ? ദ റേറ്റ് ലോ എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പേര് വിളിച്ചത്. സം എടുത്തു, പവറുകളുടെ സം എടുത്തു. ഇതാണ് ഓർഡർ. ദെൻ വാട്ട് ഈസ് മോളിക്കുലാരിറ്റി? മോനെ, മോളിക്കുലാരിറ്റി കാണാൻ നീ റിയാക്ഷനിലേക്കാണ് നോക്കേണ്ടത്, റേറ്റ് ലോ എക്സ്പ്രഷനിലേക്കല്ല. അപ്പോൾ തിരിച്ചും മറിച്ചുമാണ് പറയുന്നത്, ശ്രദ്ധിക്കണേ. ഓർഡർ കാണാൻ റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് നോക്കുക, കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകൾ എടുത്ത് ചമ്പുക, ഓർഡർ കിട്ടും. മോളിക്കുലാരിറ്റി കാണാൻ റിയാക്ഷനിലേക്ക് നോക്കുക. ആ റിയാക്ഷനിലെ ഈ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ഇല്ലടാ, സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എയും ബിയും, അത് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് മോളിക്കുലാരിറ്റി. എയും ബിയും. ഞാനൊരു എക്സാമ്പിൾ നിനക്ക് കാണിച്ചു തരാം. ആരും എഴുതണ്ട, ഞാനിതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സമയം തരും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളണേ. ഒരു എക്സാമ്പിൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. 2a + b ഗീവ്സ് പ്രൊഡക്ട്സ് എന്നാണ് എന്ന് വെറുതെ വിചാരിക്കുക. 2a + b ഗീവ്സ് പ്രൊഡക്ട്സ് എന്നാണ് വെറുതെ വിചാരിക്കുക. എന്നിട്ട് അതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 1/2 ആണ് എന്ന് വെറുതെ വിചാരിക്കുക. അപ്പോൾ മോനെ എന്നോട് പറ, ഇതാരാ? ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. ഇതാരാ? ഇതാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാടാ ഓർഡർ കിട്ടുക? ഓർഡർ ഈസ് ഈക്വൽ ടു റേറ്റ് ലോ എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സമ്മിനെയാണ് ഓർഡർ എന്ന് പേര് വിളിച്ചത്. ഇവിടുത്തെ പവർ എത്ര? ഒന്നും കണ്ടില്ലെങ്കിൽ അതിനർത്ഥം 1 എന്നാണ്. ക്ലിയർ? പ്ലസ് ഇവിടുത്തെ ഓർഡർ എത്ര? 1/2 എന്നാണ്. അപ്പോൾ 1ഉം അരയും കൂട്ടിയ 1.5, 1.5 ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ഓർഡർ ഹിയർ. പക്ഷേ ഇവിടെ നിന്നോട് മോളിക്കുലാരിറ്റി ആണ് ചോദിച്ചിരുന്നതെങ്കിൽ, മോനെ മോളിക്കുലാരിറ്റി ആണ് ചോദിച്ചതെങ്കിൽ നിൻ്റെ നോട്ടം പോവേണ്ടത് റിയാക്ഷനിലേക്കാണ്. അപ്പോൾ റിയാക്ഷനിലെ കോൺസെൻട്രേഷൻ റിയാക്ഷനിലെ റിയാക്റ്റൻറ്റുകളുടെ എണ്ണം ടോട്ടൽ ഇവിടുത്തെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് കൂട്ടിയാൽ മതി. ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 1ഉം തമ്മിൽ കൂട്ടിയാൽ 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് മോളിക്കുലാരിറ്റി. മനസ്സിലായില്ലേ മക്കളെ? അപ്പോൾ ഇനി ഞാൻ തിരിച്ചു വരികയാണ്. ഇതൊക്കെ നമുക്ക് വൃത്തിയായിട്ടൊന്ന് എഴുതണം. മോനെ, എന്താണ് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്നാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് എഴുതി തരാൻ പോണത്. എന്താണ് റേറ്റ് ലോ എക്സ്പ്രഷൻ? ഇറ്റ് ഈസ്, കേൾക്കണേ, ഹൃദയം കൊണ്ട് കേൾക്കണേ. ഞാൻ 2 തവണ പറയും. ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിയാണെന്നൊന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. 2ാം തവണ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറയാൻ ശ്രമിക്കുക. 3ാം തവണ ഞാൻ നിനക്ക് നോട്ടായിട്ട് പറഞ്ഞുതരാം. അപ്പം മാത്രം എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എക്സ്പ്രഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഹലോ, എക്സ്പ്രഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യലാണ്. എന്തിൻ്റെ ടേമിൽ? ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ക്ലിയർ അല്ലേ? ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ടേമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല. റേസ്ഡ് ടു എ പവർ. റേസ്ഡ് ടു എന്ന് പറഞ്ഞാൽ അതിനൊരു പവർ ഉണ്ട്. എന്താണ് ആ പവറിൻ്റെ പ്രത്യേകത? വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ഇറ്റ്സ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ്. ഇവിടെ തന്നിട്ടുള്ള സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റിന് ഈക്വൽ ആവുകയോ അല്ലാത്തതോ ആയ ഒരു പവർ അതിനുണ്ട്. ഒന്നുകൂടെ പറയാം, ഇപ്പോൾ പറഞ്ഞ ട്രയലായിട്ട് കൂട്ടിക്കോ. എന്താണ് റേറ്റ് ലോ എക്സ്പ്രഷൻ? എക്സ്പ്രഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് റേസ്ഡ് ടു എ പവർ വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ്. വൺസ് അഗൈൻ ഞാൻ പറയുന്നു, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞോളൂ. ഇറ്റ് ഈസ് എക്സ്പ്രഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് റേസ്ഡ് ടു എ പവർ വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ഇറ്റ്സ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതിക്കേടാ. റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എഴുതിക്കേടാ. റേറ്റ് ലോ എക്സ്പ്രഷൻ. ഇറ്റ് ഈസ് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്താണെന്നുള്ളതൊന്ന് എഴുതി. ഇറ്റ് ഈസ് എക്സ്പ്രഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എക്സ്പ്രഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ in terms of concentration of reactant. In terms of concentration of reactant. Expression of rate of reaction in terms of concentration of reactant raised to a power which may or may not be equal to its stoichiometric coefficient. May or may not be equal to its stoichiometric coefficient. Okay. എന്നിട്ട് അതിൻ്റെ താഴെ കൺസിഡർ
കൺസിഡർ എ കെമിക്കൽ റിയാക്ഷൻ എന്നെഴുതിയിട്ട് ദാ എ ടൈംസ് എ പ്ലസ് ബി ടൈംസ് ബി ഗീവ്സ് പ്രൊഡക്ട്സ് റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഈ കിടുതാപ്പുകളെല്ലാം എഴുതിയിട്ട് എക്സും വൈയും മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ ആൻഡ് ബി, ഇവിടുത്തെ ഓർഡർ എത്ര, മോളിക്കുലാരിറ്റി എത്ര, എല്ലാ സാധനങ്ങളും പെട്ടെന്നൊന്ന് എഴുതി വെച്ച് ഡെഫിനിഷനൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരും. ഇപ്പോൾ ഈ കാണുന്ന സാധനം അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ഡെഫിനിഷനൊക്കെ ഞാൻ പറഞ്ഞുതരും. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, വൃത്തിയായിട്ടൊന്ന് എഴുതി വെക്കുക. എഴുതി കഴിഞ്ഞതിന് ശേഷം എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതും കൂടി ഒന്ന് എഴുതി. മറ്റേത് വീഡിയോ പോസ് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് ഇത് കാണാവൂ. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ റിയാക്ഷൻ എഴുതുക, റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക, ഓർഡർ എത്ര, മോളിക്കുലാരിറ്റി എത്ര എന്ന് പെട്ടെന്ന് എഴുതുക. എഴുതിയല്ലോ. അടുത്തൊരു എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ്. ഇത് NCERT പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്. എടാ CHCl3 ക്ലോറോഫോമിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്താൽ അത് CCl4ഉം HClഉമായിട്ട് മാറുന്ന റിയാക്ഷൻ. നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട, കാരണം നമുക്ക് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാൻ ആരുടെ ആവശ്യമില്ല, പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മോനെ ഇതാ നോക്ക്, ഈ റിയാക്റ്റൻറ്റിൻ്റെ ടേമിൽ ഇതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ എഴുതണ്ടേ. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CHCl3 റേസ് ടു 1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറിൻ റേസ് ടു 1/2 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ല സാറേ ഞങ്ങൾക്കിപ്പോൾ അതെങ്ങനെ മനസ്സിലാവുക, ഇവിടെ ഇപ്പോൾ 1 ഉള്ളത് ഇവിടെ 1 ആണോ വരുന്നത് അതോ 1/2 ആണോ വരുന്നത്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഞാനിങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ വരുന്ന ആൾക്കാരെ ഞാൻ സെപ്പറേറ്റ് നിനക്കിപ്പോൾ നോട്ടായിട്ട് അങ്ങോട്ട് എഴുതി തരും. അതുമാത്രം പഠിക്കുക. ബാക്കിയുള്ളതെല്ലാം എന്താണോ ഇവിടെ കാണണേ അതന്നെ ഇതിൻ്റെ പവറായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. കളി മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് വരുന്ന ആൾക്കാരെ ഞാൻ നിനക്ക് എഴുതി തരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വരുന്ന ഏതൊരു റിയാക്ഷൻ ആണെങ്കിലും എന്താണോ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് കാണുന്നത് അത് തന്നെ നേരെ അതിൻ്റെ പവറായിട്ട് നീ റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് അങ്ങോട്ട് പണ്ടാരടയ്ക്കാൻ മതി. നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യം ഓക്കെയാണോ? അതുകൊണ്ട് സാറേ ഇവിടെ ഇപ്പോൾ 1 വന്നു, സാറ് ഇവിടെ 1 കൊടുത്തു, ഇവിടെ 1 വന്നിട്ടും സാറ് ഹാഫാ കൊടുത്തത് എന്തുകൊണ്ട് എന്ന് ആലോചിച്ചിരിക്കണ്ട. അതങ്ങനെ വരുന്ന ചില കേസുകളുണ്ട്. ആ ചില കേസുകൾ ഞാൻ നിങ്ങൾക്ക് എഴുതി തരുന്നുമുണ്ട്. ബാക്കിയെല്ലാം പടച്ചോനെ ഏൽപ്പിക്കുക. നേരെ ആ കാണുന്ന എന്താ വെച്ചാൽ അതന്നെ ഇവിടെ കൊടുത്താൽ മതി. നിനക്കൊന്നും ഒരു കേടുപാടും സംഭവിക്കില്ല. വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുത്തേ കുഞ്ഞെ. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും നിർബന്ധമായും എനിക്ക് മുന്നേ ഇതിൻ്റെ ഓർഡർ എത്രയാണ്, ഇതിൻ്റെ മോളിക്കുലാരിറ്റി എത്രയാണെന്നൊന്ന് എഴുതി വെച്ചേടാ. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്ക്. എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യും. ഓർഡർ ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 1/2, നേരത്തെ പറഞ്ഞ പോലെ 1.5. മോളിക്കുലാരിറ്റി ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 1ഉം, സോ ദാറ്റ് ഈസ് 2. ക്ലിയർ ആണല്ലോ? എടാ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോ. 2A + B gives products. ഒരു ജനറലായിട്ട് ഞാൻ ഇതിനെ എക്സ്പ്രസ് ചെയ്യുകയാണ്. 2A + B gives products. എല്ലാവരും ഹൃദയം എന്നിൽ സമർപ്പിച്ച് ഞാൻ പറയുന്നത് കേട്ടെ. ബി എന്ന് പറയുന്ന ആൾ എക്സസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അളവിൽ കൂടുതൽ തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ആൾ എക്സസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുന്നതിനൊരു രീതിയുണ്ട്. റേറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ച് കാണണേ, റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A raised to 2. അതിൽ സംശയമൊന്നുമില്ലല്ലോ. എയുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് അങ്ങനെ തന്നെ എഴുതി. കോൺസെൻട്രേഷൻ ഓഫ് B raised to 0. അപ്പോൾ എന്ത് മനസ്സിലായി? ഏതെങ്കിലും ഒരാളെ എക്സസ് ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ, ഇവിടെ ഒരു കെ ഉണ്ട്, കെ ഞാൻ വിട്ടുപോയതാണ്, നേരത്തെയും കെ എഴുതിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ട്. ഓക്കെ എടാ മോനെ, അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരാൾ എക്സസ് ആണെങ്കിൽ റേറ്റ് ലോ എക്സ്പ്രഷനിൽ അതിൻ്റെ പവർ 0 എന്ന് കൊടുത്തേക്കണം. കളി മനസ്സിലായോ? ഏതെങ്കിലും ഒരാൾ എക്സസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്താൽ റേറ്റ് ലോ എക്സ്പ്രഷനിൽ അതിൻ്റെ പവർ 0 ആണ് എന്ന് കൊടുത്തേക്കണം എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ നിൻ്റെ ഭാഷയിൽ ഇവിടെ ഒന്ന് എഴുതി വെച്ചോ. ഒരാൾ എക്സസ് ആണെങ്കിൽ അവൻ്റെ പവർ 0. അത് നിൻ്റെ നോട്ടല്ലേ, നീ വേറെ ആർക്കും കാണിച്ചു കൊടുക്കണ്ട. ഇത് നീ പഠിക്കാനുള്ളതാണ്, അതുകൊണ്ട് മറക്കാതിരിക്കാൻ വൃത്തിയായിട്ട് അതോടൊന്ന് മലയാളത്തിൽ എഴുതി വെച്ചോ. സോ ഓർഡർ എത്രയാ കുഞ്ഞേ? ഓർഡർ കാണാൻ ഇങ്ങോട്ട് നോക്കിയാൽ മതി. 2ഉം 0ഉം 2. പക്ഷേ മോളിക്കുലാരിറ്റി എത്രയാ കുഞ്ഞേ? മോളിക്കുലാരിറ്റി പറഞ്ഞോ. 2ഉം 1ഉം 3. കളി മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇപ്പോൾ ജനറലി എനിക്ക് ഓർഡർ മോളിക്കുലാരിറ്റിയെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ എക്സാമ്പിൾസ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, 0 ഓർഡർ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ എക്സാമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു നേരത്തെ, ഞാൻ സ്പെഷ്യലായി പറഞ്ഞു തരുന്ന റിയാക്ഷനുകൾ മാത്രം ഇങ്ങനെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ബാക്കിയെല്ലാം നോർമലാണ്, കാണുന്നത് എന്തോ അങ്ങനെ തന്നെ എടുത്തെഴുതിയാൽ മതി. കുഞ്ഞുങ്ങളെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ, എഴുതുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. മോനെ, ഈ ക്വസ്റ്റ്യൻ ഈ വർഷത്തെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ മുസിൻ മീശ പകുതി പഠിക്കും. അത്രക്ക് ഡാം ഷുവർ. ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത പരീക്ഷാ പേപ്പർ ഇല്ല.
നിങ്ങളുടെ +2 എക്സാം എന്നും പറഞ്ഞ ഒരു പരീക്ഷാ പേപ്പർ പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ക്വസ്റ്റ്യൻ അവിടെ ടൈപ്പ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. ബാക്കി ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളതിനെക്കുറിച്ച് ചർച്ചയുള്ളൂ. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്, ഇതില്ലാതെ നടക്കില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. നിന്നോട് ചിലപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള 2 ഡിഫറൻസ് പറ, 3 ഡിഫറൻസ് പറ, 4 ഡിഫറൻസ് പറ, എത്ര ഡിഫറൻസ് ചോദിച്ചാലും ഞാൻ ഇനി എഴുതി തരുന്ന എല്ലാ ഡിഫറൻസും നീ അങ്ങോട്ട് കൊടുത്തേക്കണം. വിവരം ഉണ്ടെന്ന് അങ്ങോട്ട് തെറ്റിദ്ധരിക്കട്ടെ, മാർക്ക് അങ്ങോട്ട് കയറട്ടെ. അതുകൊണ്ട് പഠിച്ചു വെച്ചോ പൊന്നുമോനെ, ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. എടാ കോളമായിട്ട് ഞാനിവിടെ എഴുതി തരാം. ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണ്. അപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് ആദ്യം തന്നെ ഞാൻ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. വാട്ട് ഈസ് ഓർഡർ എന്ന് ഓർഡറിൻ്റെ കോളത്തിലും വാട്ട് ഈസ് മോളിക്കുലാരിറ്റി എന്ന് മോളിക്കുലാരിറ്റിയുടെ കോളത്തിലും എഴുതിയാൽ തന്നെ ഫസ്റ്റ് ഡിഫറൻസ് ആയി. എന്താണ് ഓർഡർ? ഓർഡറിൻ്റെ ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഇറ്റ് ഈസ് സം ഓഫ്, എഴുതുക, സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ. ക്ലിയർ അല്ലേ? റേറ്റ് ലോ എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പേര് വിളിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല എന്നേ ഉള്ളൂ, കാണിച്ചു തന്നിട്ടുണ്ട്, ആഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഓർഡർ. അപ്പോൾ കാണാൻ പഠിച്ചോമനെ, അണ്ണാക്ക് തൊടാതെ ഒറ്റ വിഴുങ്ങലാണ് വിഴുങ്ങിക്കുക. വാട്ട് ഈസ് ഓർഡർ? ചിലപ്പോൾ നിന്നോട് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ വാട്ട് ഈസ് ഓർഡർ അല്ലെങ്കിൽ ഡിഫൈൻ ഓർഡർ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ എങ്കിലും എടുത്തെഴുതേണ്ടത് തന്നെയാണ്. ഓർഡർ ഈസ് ദി സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ. ദെൻ വാട്ട് ഈസ് മോളിക്കുലാരിറ്റി? മോനെ, മോളിക്കുലാരിറ്റി എന്താണെന്ന് ഞാനിവിടെ ഒരു ചിത്രം വരച്ച് കാണിച്ചുതരാം. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ കൊളീഷൻ തിയറി എന്നൊരു തിയറി പഠിക്കാനുണ്ട്. സിമ്പിളാണ്, ഒന്നുമില്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കുറേ മോളിക്യൂളുകൾ അല്ലെങ്കിൽ കുറേ റിയാക്റ്റൻറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടാണ് എന്നാണ് കൊളീഷൻ തിയറി. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരും, വിട്ടേക്കുക, വെറുതെ ഒന്ന് കേട്ട് വിട്ടേക്കുക. സപ്പോസ് 2 എയും 1 ബിയും കൂടി ചേർന്നാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് എന്ന് വെറുതെ വിചാരിച്ചോ. ഈ റിയാക്ഷൻ അർത്ഥം എന്താ? 2 എയുടെ മോളിക്യൂൾ, 2 എയുടെ മോളിക്യൂളും പിന്നെ ആരും 1 ബിയുടെ മോളിക്യൂളും ഒരേ സമയം കൂട്ടിമുട്ടിയാലാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നാണ് കൊളീഷൻ തിയറി, എന്നതാണ് കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയിൽ ഇത്രയേ ഉള്ളൂ. റിയാക്റ്റൻറ്റുകൾ കൂടിച്ചേർന്ന് പ്രൊഡക്റ്റ് ആകുന്നു എന്ന് പറയുമ്പോൾ ആ റിയാക്റ്റൻറ്റുകൾ തമ്മിലൊരു കൂടിച്ചേരലുണ്ട്, റിയാക്റ്റൻറ്റുകൾ തമ്മിലൊരു കൂട്ടിമുട്ടലുണ്ട്. ആ കൂട്ടിമുട്ടലിനെ നമ്മൾ കൊളീഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് കൊളീഷൻ എന്നൊക്കെ പേര് വിളിക്കും. അങ്ങനെ ഒരു കൊളീഷൻ നടക്കുന്ന സമയത്ത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻറ്റ്, എത്ര റിയാക്റ്റൻറ്റുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന എണ്ണത്തിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പേര് വിളിക്കുക. അപ്പോൾ അത് കാണാൻ ഡയറക്റ്റ് ഇവിടുത്തെ 2 ഇവിടുത്തെ 1 കൂട്ടിയാൽ മതി. അപ്പോൾ ഡെഫിനിഷനൊക്കെ പറയുമ്പോൾ ഒരു പൊടിപ്പും തെങ്ങലോ കുറച്ച് പരിപാടികളൊക്കെ ചേർത്തിട്ട് ഒരു രസത്തിൽ പറയണമല്ലോ. വാട്ട് ഈസ് മോളിക്കുലാരിറ്റി എന്ന് ചോദിച്ചാൽ പറയേണ്ട വൃത്തിയുള്ള മറുപടി ഇതാണ്. മോളിക്കുലാരിറ്റിയുടെ ഡെഫിനിഷൻ എഴുതടാ. ഇറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റിംഗ് സ്പീഷീസ്, ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റിംഗ് സ്പീഷീസ് that collide simultaneously to bring about a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ എത്ര റിയാക്റ്റൻറ്റ് മോളിക്യൂളുകളാണോ കൂട്ടിമുട്ടേണ്ടത് അതിൻ്റെ ടോട്ടൽ എണ്ണത്തിനെ ഞങ്ങൾ ഓമനിച്ച് വിളിച്ച പേരാണ് മോളിക്കുലാരിറ്റി. ക്ലിയർ അല്ലേ കുഞ്ഞ്? ഇനി ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട മറ്റു ചില ഡിഫറൻസുകളുണ്ട്. പെട്ടെന്ന് നോട്ട് ചെയ്തോ. ഓർഡർ എക്സ്പെരിമെൻ്റലാണ്, ഓർഡർ തിയററ്റിക്കൽ അല്ല, എക്സ്പെരിമെൻ്റലാണ്. ഒരു റിയാക്ഷൻ നടത്തി നോക്കിയിട്ട് അതിൻ്റെ വേഗതയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് റിയാക്ഷൻ നടത്തി നോക്കാതെ നമുക്ക് ഓർഡർ പറയാൻ പറ്റില്ല. വെറുതെ എങ്ങനെ H2+2 O2 gives to H2O എന്നൊക്കെ എഴുതി നോക്കിയിട്ടൊന്നും ഓർഡർ പറയാൻ പറ്റില്ല. ഓർഡർ പറയണമെങ്കിൽ ആ റിയാക്ഷൻ അങ്ങോട്ട് നടത്തി നോക്കണം. അതാണ് ഓർഡർ എക്സ്പെരിമെൻ്റലാണ്. പക്ഷേ മോളിക്കുലാരിറ്റി എന്താണ്? തിയററ്റിക്കലാണ്. കാരണം മോളിക്കുലാരിറ്റി ആ കെമിക്കൽ റിയാക്ഷനാണ് കിട്ടിയാൽ തന്നെ നമുക്ക് മോളിക്കുലാരിറ്റി പറയാൻ പറ്റും. ഓർഡർ പറയണമെങ്കിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ കിട്ടണം. പക്ഷേ ആ റേറ്റ് ലോ എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആ റിയാക്ഷൻ ഒന്ന് നടത്തി നോക്കണം. ദാറ്റ്സ് ദി ഡിഫറൻസ്. ഇനി കേട്ടോട്ടോ, ഓർഡറിൻ്റെ അടുത്തൊരു പോയിൻ്റാണ്, കേട്ടോളണേ മോനെ. ഓർഡർ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ്, 0 ഓർ ഫ്രാക്ഷണൽ. ഈ പറഞ്ഞതിലേതുമാവാം. എടാ ഓർഡറിൻ്റെ വാല്യൂ പോസിറ്റീവ്, ഓക്കെ.
ഓർഡറിൻ്റെ വാല്യൂ നെഗറ്റീവ്, ഡബിൾ ഓക്കെ. ഓർഡറിൻ്റെ വാല്യൂ 1/2, ഫ്രാക്ഷണൽ വാല്യൂ, ഇറ്റ്സ് ഓൾസോ ഓക്കെ. ഓർഡറിൻ്റെ വാല്യൂ 0, ഓക്കെ. ഇതെല്ലാം പോസിബിളാണ് ഓർഡറിന് ഇതെല്ലാം പോസിബിളാണ്. പക്ഷേ മോളിക്കുലാരിറ്റി എപ്പോഴും പോസിറ്റീവ് ഹോൾ നമ്പറുകൾ മാത്രമായിരിക്കും. 1, 2, 3, 4, 5 ഇങ്ങനെ മാത്രമേ മോളിക്കുലാരിറ്റി വരുള്ളൂ. 1.5 നടക്കില്ല, 2.3 നടക്കില്ല, -2 നടക്കില്ല. പോസിറ്റീവ് ആയിരിക്കണം, ഹോൾ നമ്പർ ആയിരിക്കണം. അതാണ് മോളിക്കുലാരിറ്റിയുടെ ഡിഫറൻസ്. ഓൾവേസ് പോസിറ്റീവ് ഹോൾ നമ്പർ അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജർ ഹോൾ നമ്പർ. ഇനിയിപ്പോൾ മാത്സിൽ ഹോൾ നമ്പർ എന്ന് പറയുന്നതിൽ 0 ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കച്ചറക്ക് നിൽക്കേണ്ട, പോസിറ്റീവ് വാല്യൂസ് മാത്രം. അതായത് മോളിക്കുലാരിറ്റിയുടെ വാല്യൂ ക്യാൻ ബി 1, 2, 3 എക്സെട്ര. കിട്ടിയല്ലോ മോനെ? എൻ്റെ പൊന്നു മോനെ, ഒന്ന് ഹൃദയം തരണേ, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണേ. ലോകത്ത് 2 ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ, ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ. രണ്ടാമത്തേതാണ് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ. തിങ്ക് പണ്ണുക, മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനും സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനും. ഈ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന. അപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവാതിരിക്കാൻ നമ്മൾ അതിന് വേറൊരു പേരിലാണ് വിളിക്കുക, എലമെൻ്ററി റിയാക്ഷൻ എന്നാണ് പേര് വിളിക്കുക. ഒന്ന് പറഞ്ഞു നോക്കിയേ, എലമെൻ്ററി റിയാക്ഷൻ. മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ഒരുപാട് സ്റ്റെപ്പുകളിലായിട്ട് നടക്കുന്ന റിയാക്ഷനെ ഞങ്ങൾ ഓമനിച്ച് വിളിക്കുന്ന പേര് കോംപ്ലക്സ് റിയാക്ഷൻ എന്നാണ്. ചുരുക്കം പറഞ്ഞാൽ ലോകത്ത് 2 ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? എലമെൻ്ററി റിയാക്ഷനുമുണ്ട്, കോംപ്ലക്സ് റിയാക്ഷനുമുണ്ട്. ഇത് രണ്ടിലും ഓർഡർ പറയാൻ പറ്റും. പക്ഷേ എലമെൻ്ററി റിയാക്ഷനിൽ മാത്രമേ മോളിക്കുലാരിറ്റി പറയാൻ പറ്റുള്ളൂ. കോംപ്ലക്സ് റിയാക്ഷനിൽ മോളിക്കുലാരിറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചേ. ഓർഡർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ, എഴുതുമോനെ, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. എലമെൻ്ററി റിയാക്ഷനിലും കോംപ്ലക്സ് റിയാക്ഷനിലും ഓർഡർ ആപ്ലിക്കബിൾ ആണ്. ബട്ട് മോളിക്കുലാരിറ്റി ആപ്ലിക്കബിൾ ഫോർ എലമെൻ്ററി റിയാക്ഷൻസ് ഓൺലി. എലമെൻ്ററി റിയാക്ഷനുകൾക്ക് മാത്രമേ എന്തു പറ്റുള്ളൂ? മോളിക്കുലാരിറ്റി പറയാൻ പറ്റുള്ളൂ. ഏത് റിയാക്ഷനിൽ പറ്റില്ല? കോംപ്ലക്സ് റിയാക്ഷനിൽ പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേടാ? ഇനി ഇപ്പം എത്ര പോയിൻ്റായി? 1, 2, 3, 4. നിങ്ങൾക്ക് നിർബന്ധമായും പരീക്ഷയ്ക്ക് മാക്സിമം പോയാൽ 4 ഡിഫറൻസ് ചോദിക്കുള്ളൂ. ആ 4 എണ്ണമായി. എന്നാലും എഴുത്ത് നിർത്തരുതേ. ആദ്യം തന്നെ ചാടിക്കയറി ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വിട്ടോളണം. ഹാപ്പി ആവട്ടെ, നോക്കുന്ന ആൾക്കാരൊക്കെ ഹാപ്പി ആവട്ടെ. നെക്സ്റ്റ് നോക്കിക്കേടാ, ഓർഡർ ഓഫ് എഴുത്. ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓർഡർ ഓഫ് എ കോംപ്ലക്സ് റിയാക്ഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. എന്താണെന്ന് പറഞ്ഞുതരാം, ഇത് എഴുതി വെക്ക്. സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഓർഡർ ഓഫ് എ കോംപ്ലക്സ് റിയാക്ഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. എടാ അപ്പം ചിന്തിച്ചേ, കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്പ് എന്നാണല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പിലായിട്ട് നടക്കുന്ന ഒരു റിയാക്ഷനാണ് എന്ന് വിചാരിക്കുക. ഇയാളുടെ മൊത്തത്തിലുള്ള ഓർഡർ പറയാൻ നിങ്ങൾ ഓരോ സ്റ്റെപ്പുകളിലേക്കും നോക്കണ്ട. ഇതിലേറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, ഏറ്റവും സ്ലോവിൽ നടക്കുന്ന സ്റ്റെപ്പ് ഏതാണോ അതിനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. സപ്പോസ് സ്റ്റെപ്പ് നമ്പർ 2 ആണ് ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് വിചാരിക്കുക. എന്നാൽ പിന്നെ അതിലേക്ക് മാത്രം നോക്കിയാൽ മതി. അതിനെ മാത്രം വെച്ചാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഓർഡർ പറയുക. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ഫോർ എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. രണ്ടിനും ഓർഡർ ആപ്ലിക്കബിൾ ആണെങ്കിൽ കോംപ്ലക്സ് റിയാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം എന്താ? കോംപ്ലക്സ് റിയാക്ഷനിൽ ഒരുപാട് സ്റ്റെപ്പുകളില്ലേ? ആ സ്റ്റെപ്പുകളിൽ ഏത് സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ ഓർഡർ കണ്ടെത്തുക എന്നൊരു ഡൗട്ട് പ്രകൃതിപരമായി ചിന്തിക്കുന്നവർക്ക് ഉണ്ടാകും. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് കുഞ്ഞെ, കോംപ്ലക്സ് റിയാക്ഷനിൽ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, പതുക്കെ നടക്കുന്ന സ്റ്റെപ്പ് ഏതാണോ അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് അതിൻ്റെ ഓർഡർ പറയുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്തെ കോളത്തിൽ നമ്മൾ എഴുതുന്ന ഡയലോഗ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. മോളിക്കുലാരിറ്റി ഓഫ് എ കോംപ്ലക്സ് റിയാക്ഷൻ. ഒരു കോംപ്ലക്സ് റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് മീനിങ്ലെസ്. അതിനർത്ഥമില്ലാത്ത ഡയലോഗാണ്, മീനിങ്ലെസ്. കാരണം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ എലമെൻ്ററി റിയാക്ഷൻസ്. കോംപ്ലക്സ് റിയാക്ഷൻസിന് മോളിക്കുലാരിറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ട് മോളിക്കുലാരിറ്റി ഓഫ് എ കോംപ്ലക്സ് റിയാക്ഷൻ ഈസ് മീനിങ്ലെസ്. ഡീൽ ഓർ നോ ഡീൽ? അപ്പോൾ മോനെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോക്കണേ. ഇത് പറ്റുമെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫോണിൻ്റെ
ഹോം സ്ക്രീനിലൊന്ന് കൊണ്ടുവന്ന് വെച്ചേക്കണേ. നോക്കുമ്പോൾ എപ്പോൾ ഫോൺ എടുത്താലും ഓർഡർ മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് മാത്രം നീ ഇൻസ്റ്റഗ്രാമിലേക്ക് കയറിയാൽ മതി. അതുകൊണ്ട് ഇതൊന്ന് എല്ലാവരും ഒന്ന് വൃത്തിയായിട്ടൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ വരും. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഓർഡർ മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് യൂണിറ്റ് ഓഫ് കെ ആണ്. ആരാ നോക്കിക്കേ, യൂണിറ്റ് ഓഫ് കെ. എന്താടാ കെ? കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻ്റ് അല്ലേ, അല്ലെങ്കിൽ സ്പെസിഫിക് റേറ്റ് ആണെന്ന് പണ്ടൊരു ആൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ? ഞാൻ തന്നെ. ഏതാ? യൂണിറ്റ് ഓഫ് കെ. കെ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് കോൺസ്റ്റൻറ്റ്. ഹൃദയം തുറന്നിരിക്കണേ. ഇനി ഞാൻ പറയുന്നത് ഹൃദയത്തിൻ്റെ വടക്ക് കിഴക്കേ കോണിലേക്കൊന്ന് കയറ്റിവെച്ചേ മോനെ. കെയുടെ യൂണിറ്റ് നിന്നോട് ചോദിച്ചാൽ മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. മരിച്ചാലും മറക്കരുത്. മരിക്കുന്ന സമയത്ത് ഞാൻ വന്ന് ചോദിക്കും കെയുടെ യൂണിറ്റ് എന്താണ്? പറഞ്ഞില്ലേൽ കൊന്നുകളയും. പഠിച്ചു വെച്ചോ. കെയുടെ യൂണിറ്റ് ഹൃദയത്തിലാക്കി വെച്ചോ. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. താളമായിട്ട് മനസ്സിലിങ്ങനെ നാവിലൊഴുകട്ടെ. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. കുഞ്ഞേ, ചിലരൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ പറയാറുണ്ട്, സാറേ മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. സ്വാഭാവികം, n-1, 1 - n മാറിപ്പോകാം. ഞാനിങ്ങനെയാണ് ഓർക്കാറ്. അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ ഓർക്കണം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക. മോൾ എന്ന് പറയുമ്പോൾ അവസാനം നമ്മളൊരു വരയല്ലേ ഇടണേ, മോൾ. അപ്പോൾ അതിൻ്റെ പവറായിട്ട് തുടങ്ങുന്നത് ഒരു വരയിലാണ് എന്നാണ് ഞാൻ ഓർത്ത് വെച്ചിട്ടുള്ളത്. അതൊരു ചെറിയ കാര്യമാണ് നിനക്കറിയാം, പക്ഷേ എന്നെ ഇതുവരെ ഇത് കുഴക്കിയിട്ടില്ല. അപ്പോൾ മോൾ റേസ് ടു 1 - n. അതിൻ്റെ ഓപ്പോസിറ്റാണ് ലിറ്ററിൽ n-1, സെക്കൻഡ് റേസ് ടു -1. മറക്കില്ല. അപ്പോൾ ഇത് നാൾ ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരുത്തൻ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഈ ലിറ്റർ എന്നുള്ളതിന് സ്മോൾ ലിറ്ററായിട്ട് ഒരു വരയെ ഞാനിടാറുള്ളൂ. എന്താ വെച്ചാൽ കാണാൻ പഠിക്കുക കേട്ടോ. ഗുളിക കഴിക്കും പോലെ ഇക്വേഷൻ വിഴുങ്ങും. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ പൊന്നുമോനെ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓർത്ത് വെച്ച്, നീ നിനക്ക് സൗകര്യമുള്ള പോലെ ഓർത്ത് വെച്ചേക്കുക. ഓർത്ത് വെച്ചാലും ശരി, വെച്ചില്ലെങ്കിലും ശരി, പരീക്ഷയ്ക്ക് ഇത് വരും എന്ന കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. ഇവിടെ നിർബന്ധമായും അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ് n എന്ന് പറഞ്ഞാൽ എന്താണ്. കുഞ്ഞെ മറക്കരുതേ, n എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ ഓർഡറാണ്. n എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഓഫ് റിയാക്ഷൻ. n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് റിയാക്ഷൻ. ക്ലിയർ അല്ലേടാ? അപ്പോൾ നോക്കുമോനെ, ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരികയാണേ. നിങ്ങൾക്ക് 0 ഓർഡർ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. 0 ഓർഡർ റിയാക്ഷൻ. എടാ 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ n-ൻ്റെ വാല്യൂ 0 ആണ് എന്നല്ലേ അർത്ഥം. അപ്പോൾ ഞാൻ യൂണിറ്റ് ഓഫ് കെ എങ്ങനെയാണ് എഴുതുക? യൂണിറ്റ് ഓഫ് കെ ശ്രദ്ധിക്കണേ. യൂണിറ്റ് ഓഫ് കെ എങ്ങനെ എഴുതുക? മോൾ റേസ് ടു 1 - n. അപ്പോൾ n-ന് പകരം ഞാൻ എന്ത് കൊടുക്കും? 0 എന്ന് കൊടുക്കും. അപ്പോൾ മോൾ റേസ് ടു 1 - 0, 1 എന്ന് വരും. ലിറ്റർ റേസ് ടു 0 - 1, ദാറ്റ് ഈസ് -1. സെക്കൻഡ് റേസ് ടു -1. ദിസ് ഈസ് ദി യൂണിറ്റ് ഓഫ് കെ ഇൻ 0 ഓർഡർ റിയാക്ഷൻ. പൊന്നു മക്കളെ, കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ചോ. ഇതെന്താ വായിക്കുക? മോൾ പെർ ലിറ്റർ എന്നല്ലടാ വായിക്കുക. ചിന്തിക്ക് ഒന്ന് ചിന്തിക്കണ പോലെ അഭിനയിക്കടാ. മോൾ ലിറ്റർ റേസ് ടു -1 എന്നതിനെ മോൾ പെർ ലിറ്റർ എന്നല്ലടാ വായിക്കുക. ഈ മോൾ പെർ ലിറ്റർ എന്നുള്ളതിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഒരുമിച്ച് മോളാർ എന്ന് പേര് വിളിക്കും. ഒന്നാലറിയിക്കേ, മോളാർ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, മോളാർ. ബാക്കി എന്താ ഉള്ളത്? സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ MS റേസ് ടു -1, മോളാർ സെക്കൻഡ് റേസ് ടു -1 എന്നും കെയുടെ യൂണിറ്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതെങ്ങാനുമാണ് നിങ്ങൾ കണ്ടതെങ്കിൽ തന്ത പറഞ്ഞില്ല എന്ന് പറയാൻ നിൽക്കണ്ട, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഡീലാണല്ലോ പൊന്നുമോനെ. ഇതിപ്പോൾ 0 ഓർഡറിൻ്റെയാണ്. ഇനി ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എത്രയാണ്? നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ n-ൻ്റെ വാല്യൂ 1 എന്ന് വരും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഓഫ് കെ നിങ്ങളൊന്ന് സ്വന്തമായി ചെയ്ത് നോക്കൂ. ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മോൾ റേസ് ടു 1 - 1, 0 എന്ന് വരും. ലിറ്റർ റേസ് ടു 1 - 1, ദാറ്റ്സ് ഓൾസോ 0. എനിത്തിങ് റേസ് ടു 0 ഈസ് 1. ആ ടേം അങ്ങോട്ട് ഇല്ലാതായി പോകും. അപ്പോൾ മോൾ റേസ് ടു 0, ലിറ്റർ റേസ് ടു 0, ആ രണ്ട് ടേമും ഇല്ലാണ്ടായി പോകും. ആൻഡ് ഫൈനലി സെക്കൻഡ് റേസ് ടു -1 എന്ന് മാത്രമാവും. പഠിച്ചോ? സെക്കൻഡ് റേസ് ടു -1, ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് കെ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കുഞ്ഞെ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എല്ലാവരും ഒറ്റയ്ക്ക് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലുള്ള കെയുടെ യൂണിറ്റ് ഒന്ന് എഴുതി നോക്കൂ. n-ൻ്റെ വാല്യൂ 2 എന്ന് വരും. ക്ലിയർ അല്ലേ? n-ൻ്റെ വാല്യൂ 2. അപ്പോൾ യൂണിറ്റ് ഓഫ് കെ പറഞ്ഞോ. മോൾ റേസ് ടു എങ്ങനെയാണ് പറയുക? 1 - 2, ദാറ്റ് ഈസ് മോൾ റേസ് ടു -1. ലിറ്റർ റേസ് ടു 2 - 1, ദാറ്റ് ഈസ് 1.
ക്ലിയർ? ബാക്കി s⁻⁻1 ഇതാണ് യൂണിറ്റ് ഓഫ് കെ ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. കുഞ്ഞുങ്ങളെ ഇതാരാ വന്നേക്കണേ നോക്കിയേ, ആരാ മോൾ (-1 ലിറ്റർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മോൾ പെർ ലിറ്റർ ആണോ? അല്ല, പിന്നെന്താ? ലിറ്റർ പെർ മോളാണ്. മോളിനാണ് (-1 ഉള്ളത്. അപ്പോൾ ഇത് ലിറ്റർ പെർ മോളാണ്. ലിറ്റർ പെർ മോൾ. എടാ മോൾ പെർ ലിറ്ററിന് മോളാർ എന്ന് പേര് പറയുമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേടാ അത്. ലിറ്റർ പെർ മോളിന് മോളാർ (-1 എന്ന് പേര് പറയും. അപ്പോൾ നമ്മൾ ഇതിനെ മൊത്തത്തിൽ മോളാർ (-1), ദിസ് ഈസ് സെക്കൻഡ് (-1). സോ m⁻⁻1 s⁻⁻1 എന്നതിനെ ഷോർട്ടാക്കിയിട്ട് വിളിക്കാറുണ്ട്. ദിസ് ഓൾ അബൌട്ട് ദി യൂണിറ്റ് ഓഫ് കെ. ഡീലാണല്ലോ? വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് അടിപൊളിയായിട്ടൊന്ന് എഴുതി വെച്ചേടാ. ഇനി ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ചെയ്തേ കുഞ്ഞെ. ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് അടിപൊളിയായിട്ട് എഴുതിയെടുത്തേ. ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. ക്വസ്റ്റ്യൻ ഇതാണ്: റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഗിവൺ ആസ്. എഴുതൂ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഗിവൺ ആസ്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഗിവൺ ആസ്. ദ ബോർഡിലുണ്ട്. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. Rate of a reaction is given as K into concentration of A square into concentration of B. Okay. Full stop ഇട്ടിട്ട് എഴുതുക. What will happen to rate of reaction? ഇതാ ഞാനിവിടെ എഴുതുന്നുണ്ട്. What will happen? What will happen to rate of reaction? What will happen to rate of reaction if concentration of both A and B are doubled. Concentration of both A and B are doubled. എയുടെ കോൺസെൻട്രേഷനും ബിയുടെ കോൺസെൻട്രേഷനും ഡബിളാക്കി കഴിഞ്ഞാൽ ഇതിനെന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എടാ അതിൻ്റെ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഞാൻ നിനക്ക് ചെയ്യാൻ തരാം. ഇതിൻ്റെ ആൻസർ ഞാനിവിടെ എഴുതുന്നുണ്ടേ. എടാ റേറ്റ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതുന്നു. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്നല്ലേടാ. ഇതിനെ ഞാൻ റേറ്റ് 1 എന്ന് പേര് വിളിക്കുകയാണ്. റേറ്റ് 1. ഇനി രണ്ടാമത്തെ കഥ എന്താ പറയണേ? എയുടെ കോൺസെൻട്രേഷനും ബിയുടെ കോൺസെൻട്രേഷനും ഡബിളാക്കി. അപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ 2A ആക്കി, ബിയുടെ കോൺസെൻട്രേഷൻ 2B ആക്കിയാൽ റേറ്റിന് എന്ത് സംഭവിക്കും? അപ്പോൾ ഞാൻ ഇവിടുത്തെ റേറ്റിനെ റേറ്റ് 2 എന്ന് പേര് വിളിക്കുകയാണ്. സെക്കൻഡ് റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു, ഇപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ ഡബിളാക്കി, അപ്പോൾ 2A⁻² എന്നായി. ബിയുടെ കോൺസെൻട്രേഷനും ഡബിളാക്കി, സോ ദാറ്റ് ഈസ് 2B എന്നായി. മനസ്സിലായോ? 2A⁻² 2B എന്നാക്കി. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ, എന്ത് സംഭവിക്കും? ഇവിടെ ഈ കോൺസ്റ്റൻറ്റുകളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. ഇവിടെ എന്താ ഉള്ളത്? 2 അല്ലേ ഉള്ളത്. അതിനെന്താ പവർ? 2⁻². 2⁻² എന്ന് പറഞ്ഞാൽ എത്രയാടാ? 4. അപ്പോൾ ആ 4നെ ഞാനൊന്ന് ഇവിടെ പുറത്തേക്ക് എടുത്തു. ശരിയല്ലേ? ഇവിടെ എന്താ ഉള്ളത്? 2. അതിൻ്റെ പവറോ 1. അപ്പോൾ ബേജാറാവാനൊന്നുമില്ല. ആ 2നെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ആ 2ൻ്റെ സ്ക്വയർ ഇവിടെയും ഇവിടെ ഒരു 2ഉം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ച് പറ. ബാക്കി ഇവിടെ ഇനി ആരാ ഉള്ളത്? ഈ കെ ഉണ്ട്. ഇവിടെ ഇനി ആരാ ഉള്ളത്? കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഉണ്ട്. ഇവിടെ ഇനി ആരാ ഉള്ളത്? കോൺസെൻട്രേഷൻ ഓഫ് ബി ഉണ്ട്. ഹാപ്പി അല്ലേ? വേഗം പറഞ്ഞേടാ. 4 × 2 8. വാട്ട് ഈസ് ദിസ്? കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി, ദാറ്റ് ഈസ് റേറ്റ് 1. സോ 8 ഇൻറ്റു റേറ്റ് 1. എന്തു മനസ്സിലായി? രണ്ടാമത്തെ റേറ്റ് ഒന്നാമത്തെ റേറ്റിൻ്റെ 8 ഇരട്ടിയായി. അപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് വിൽ ഹാപ്പൻ ടു റേറ്റ് ഓഫ് റിയാക്ഷൻ? റിയാക്ഷൻ്റെ റേറ്റിന് എന്ത് സംഭവിക്കും? അപ്പോൾ നിങ്ങൾ എഴുതുക റേറ്റ് ബിക്കംസ് 8 ടൈംസ്. റേറ്റ് ബിക്കംസ് 8 ടൈംസ്. റേറ്റ് 8 മടങ്ങായിട്ട് കൂടും എന്നതാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായില്ലേ കുഞ്ഞെ? കഴിഞ്ഞു. നെക്സ്റ്റ് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. സമയം എത്ര വേണേലും എടുത്തോ, വൃത്തിയായി മനസ്സിലാക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പൊടി മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എവിടെ മുതലാണോ ഞാൻ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ ഒന്നുകൂടെ ഒന്ന് വീഡിയോ കാണുക. അടിപൊളിയായിട്ട് മനസ്സിലാവും. ഒരു ബേജാറുമില്ല. ഈ പറയണമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്, ബുദ്ധി നിനക്കുണ്ട്. ഒരു തവണ മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ടാം തവണയും കൂടി ഒന്ന് കാണുക. രണ്ടാം തവണയും മനസ്സിലായിട്ടില്ലെങ്കിൽ മൂന്നാം തവണ ഒന്ന് കാണുക. മൂന്നാം തവണയും മനസ്സിലായിട്ടില്ലെങ്കിൽ നാലാം തവണയും കൂടി ഒന്നുകൂടെ കാണാം. നാലാം തവണയും മനസ്സിലായിട്ടില്ലെങ്കിൽ വീട്ടിൽ സംസാരിക്കുക. നടക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ മോനെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്തേ. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻³ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B⁻1/2. എല്ലാവരും എഴുതിക്കോ. ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞുതരും. ഞാൻ എല്ലാ ആൻസറും പറഞ്ഞുതരും. നിങ്ങൾ എന്ത് ചെയ്യണം?
വൃത്തിയായിട്ടൊന്ന് എഴുത്. ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വൃത്തിയായി അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ക്വസ്റ്റ്യൻ എഴുത്. ഇങ്ങനെ എഴുതും. വാട്ട് വിൽ ഹാപ്പൻ ടു റേറ്റ് ഓഫ് റിയാക്ഷൻ? വാട്ട് വിൽ ഹാപ്പൻ ടു റേറ്റ് ഓഫ് റിയാക്ഷൻ? വാട്ട് വിൽ ഹാപ്പൻ ടു റേറ്റ് ഓഫ് റിയാക്ഷൻ? റിയാക്ഷൻ്റെ റേറ്റിന് എന്ത് സംഭവിക്കും? ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ഇൻക്രീസ്ഡ് ബൈ 4 times. ഇൻക്രീസ്ഡ് ബൈ 4 times. എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ 4 ഇരട്ടിയാക്കി കൂട്ടിയാൽ ഇതിൻ്റെ റേറ്റിന് എന്ത് സംഭവിക്കും? എന്നോട് പറ. പെട്ടെന്നായിക്കോട്ടെ, എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എല്ലാവരും ഇതിൻ്റെ ആൻസർ ഒന്ന് എഴുതിയെടുക്കുക. സ്വന്തമായിട്ട് ആൻസർ ഒന്ന് ചെയ്യും. എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നൊന്ന് ഉറപ്പ് വരുത്തുക. പൊന്നുമോനെ, റേറ്റ് 1 ഫസ്റ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 1/2. ഡീലല്ലേടാ? റേറ്റ് 2 ഇസ് ഈക്വൽ ടു എന്ത് സംഭവിച്ചു? എല്ലാം 4 times ആക്കി. കെ ഇൻറ്റു 4 times എ റേസ് ടു 3 ഇൻറ്റു 4 times ബി റേസ് ടു 1/2. ശരിയല്ലേടാ? ഇനി ഞാൻ എന്താ പറഞ്ഞത്? കോൺസ്റ്റൻറ്റ് കിടുതാപ്പുകളൊക്കെ പുറത്തേക്ക് വരട്ടെ. 4ൻ്റെ ക്യൂബ് 12 എന്ന് എഴുതിയ മഹാന്മാരൊക്കെ ഉണ്ടാകും. ഒരു സല്യൂട്ട്, വേറെ ഒന്നും പറയാനില്ല. 4ൻ്റെ ക്യൂബ് 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. ദാറ്റ് ഈസ് 64 ഇൻറ്റു 4 റേസ് ടു 1/2 എന്താ കാണിക്കുക എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്നവരുണ്ടാകും. ഇതിലെ 4 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ √4 എന്നാണ് അർത്ഥം. എനിത്തിങ് റേസ് ടു 1/2 മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് വാല്യൂ. √4 എന്ന് പറഞ്ഞാൽ എത്ര? 2. അപ്പോൾ 64 ഇൻറ്റു 2. ബാക്കി എന്താ ഉള്ളത്? കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 1/2. 64 ഇൻറ്റു 2 128 ഇൻറ്റു വാട്ട് ഈസ് ദിസ്? റേറ്റ് 1. അപ്പോൾ റേറ്റ് എന്ത് സംഭവിക്കും? റേറ്റ് ബിക്കംസ് 120. റേറ്റ് ഇൻക്രീസസ് ബൈ 128 times. 128 ഇരട്ടിയായിട്ട് കൂടും. മനസ്സിലായില്ലേ? വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുക്കുക. അപ്പോൾ മക്കളെ, ഇതോടുകൂടെ ഓർഡർ, മോളിക്കുലാരിറ്റി, യൂണിറ്റ് ഓഫ് കെ, റേറ്റ് ലോ എക്സ്പ്രഷൻ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കഴിഞ്ഞു. നമുക്കിനി പഠിക്കാനുള്ളത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, 0 ഓർഡർ റിയാക്ഷൻ, ഇവരുടെയൊക്കെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ്, ഹാഫ് ലൈഫ് ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. അത് ഇതിൻ്റെ കൂടെ മെർജ് ചെയ്യുന്നില്ല. ഇതുവരെയുള്ളത് വൃത്തിയായിട്ട് പഠിക്കണം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.